നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. യുകെയിൽ ലേബർ നേതൃപദവിയിലേക്ക് പോരാടുമെന്ന വാർത്തകൾ സ്ഥിരീകരിച്ച് ആൻഡി ബേൺഹാം. മേക്കർഫീൽഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കീർ സ്റ്റാർമറുടെ പിൻഗാമിയായി ലേബർ നേതൃപദവിയിലേക്ക് കടന്നുകയറാനെന്ന് തുറന്ന് സമ്മതിച്ച് ബേൺഹാം. ജൂൺ 18 ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയിച്ചാൽ സ്റ്റാർമറെ വെല്ലുവിളിക്കാൻ തന്നെയാണ് ഉദ്ദേശമെന്ന തുറന്ന പ്രഖ്യാപനം ഉയർത്തി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ. ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് 100% ശ്രദ്ധയെന്ന് ബേൺഹാമിന്റെ വെളിപ്പെടുത്തൽ. ആര് മത്സരിച്ചാലും കീർ സ്റ്റാർമർ വെറുതെ സ്ഥാനമൊഴിഞ്ഞു നൽകില്ല എന്നും ഒരു പോരാട്ടത്തിന് ഇനിയും ആയുസ് ബാക്കിയുണ്ടെന്നും സ്റ്റാർമർ. ബ്രിട്ടനിൽ സിഖ് യുവാവിന്റെ കൃപാനിരയായി മരണപ്പെട്ട ഹെൻറി നോവാക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രൂക്ഷമാകുന്നു. പ്രതിഷേധത്തിനിടെ പോലീസിന് നേർക്ക് ട്രാഫിക് കോൺ എറിഞ്ഞ് പ്രതിഷേധക്കാർ. കോണർ ബിഷപ്പിനെ സൗത്താംപ്ടൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് പോലീസിന് നേരെ ട്രാഫിക് കോൺ വലിച്ചെറിയുന്ന വീഡിയോ ദൃശ്യങ്ങളെ തുടർന്ന്. കൊലപാതകിയായ വിക്രം ദിഗ്വയെ കോടതി ശിക്ഷിച്ചത് 21 വർഷത്തെ തടവിൽ. ശിക്ഷാവിധി വന്നിട്ടും പ്രതിഷേധം തുടർന്ന് സൗത്താംപ്ടണിലെ ജനങ്ങൾ. കുത്തേറ്റ നോവാക്കിനെ വിലങ്ങണിയിച്ച സംഭവത്തിൽ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസ് കണ്ടക്ടിന്റെ അന്വേഷണം തുടങ്ങി. ഇറാൻ യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ യുകെയിലെ ഭവനവില താഴ്ന്നു. ഭവനവില വീഴാൻ പ്രധാന കാരണം യുദ്ധം മൂലം മോർട്ടഗേജ് നിരക്കുകൾ ഉയരുന്നത്. രാജ്യത്തെ ശരാശരി ഭവനവില മേയിൽ 0.1% താഴ്ന്ന് 2,98,806 പൗണ്ടിലേക്ക് എത്തി. തുടർച്ചയായ 3-ാം മാസമാണ് ഭവനവില ഇടിയുന്നതെന്ന് ഹാലിഫാക്സ് കണക്കുകൾ. തിരിച്ചടി നേരിട്ടത് മേയിൽ നിരക്ക് വർധനവിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയ്ക്കിടെ. മോർട്ടഗേജ് നിരക്കുകൾ അടുത്തിടെ കുറഞ്ഞിരുന്നുവെങ്കിലും ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വീട് വാങ്ങുന്നവർക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഡിമാൻഡ് താഴുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശവാദം. ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ സൈന്യം. ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലാക്കിയ ആക്രമണങ്ങൾ. പുതിയ സൈനിക നടപടി ഇറാനുമേൽ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ. ഹോർമൂസ് മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ്. അമേരിക്ക ഇറാൻ സംഘർഷ സാഹചര്യത്തിലുണ്ടായ അഭ്യൂഹങ്ങൾക്ക് വിരാമം. അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള ഇറാൻ ടീമിന് വിസ അനുവദിച്ച് അമേരിക്ക. ഇറാൻ ഫുട്ബോൾ ടീമിനും മറ്റു ഒഫീഷ്യൽസിനും അമേരിക്കയിലേക്ക് പ്രവേശിക്കാനും ലോകകപ്പിൽ മത്സരിക്കാനും അനുവദിച്ചതായി സ്ഥിരീകരിച്ച് അമേരിക്ക. ഇറാൻ ടീമിന് വിസ നൽകുന്നതിൽ അമേരിക്കൻ സർക്കാരിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ വിസ നടപടികൾ പൂർത്തിയാക്കിയതായി വ്യക്തമാക്കി അങ്കാറയിലെ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം ശക്തം. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ US-ൽ നിന്ന് തലസ്ഥാനത്തെത്തി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. അഭിജിത്ത് സമരസ്ഥലത്തേക്ക് എത്തിയത് അംബേദ്കറുടെ ആത്മകഥ കയ്യിലേന്തി. പ്ലക്കാർഡുകളുമായി ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയിരിക്കുന്നത് നിരവധി CJP പ്രവർത്തകർ. തമിഴ്നാട് BJP-യിൽ വീണ്ടും രാജിപ്രവാഹം. മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയ്ക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരു നാഗരാജനും പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നുള്ള 3ാമതൊരു പ്രമുഖ BJP നേതാവ് കൂടി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് തമിഴ്നാട് BJP സംസ്ഥാന സെക്രട്ടറി സുമതി വെങ്കടേഷ്. ഏറെ ആലോചനകൾക്ക് ശേഷമാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും വിഷമത്തോടെയാണ് തീരുമാനമെടുത്തതെന്നും സുമതി വെങ്കടേഷ്. ഭാരതീയ ജനതാ പാർട്ടി തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാനും പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നുവെന്നും BJP-യെ സേവിക്കാൻ കഴിഞ്ഞത് അഭിമാനമായി കരുതുന്നുവെന്നും സുമതിയുടെ പ്രസ്താവന. കിഫ്ബി കഴിഞ്ഞ 9 വർഷം നടത്തിയ സകല ഇടപാടുകളും ഇഴകീറി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ. മുൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥത മാത്രമല്ല പല ഇടപാടുകളിലും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നീക്കം. ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ പഠനത്തിൽ കിഫ്ബി ഇടപാടുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ധവളപത്ര സമിതിക്ക് ലഭിച്ചിരുന്നില്ല എന്ന് സൂചന. ധവളപത്ര സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇമെയിലുകൾ, ഡിജിറ്റൽ രേഖകൾ, നശിപ്പിച്ച ഫയലുകൾ അടക്കം സകല വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്ന ഫോറൻസിക് ഓഡിറ്റിംഗ്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്തെ കിഫ്ബിയുടെ പല തീരുമാനങ്ങളിലും മന്ത്രിമാർക്ക് വരെ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് സൂചന. വാർത്തകൾ വിശദമായി. ലേബർ നേതൃപദവിയിലേക്ക് പോരാടുമെന്ന വാർത്തകൾ സ്ഥിരീകരിച്ച് ആൻഡി ബേൺഹാം. മേക്കർഫീൽഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നത് കീർ സ്റ്റാർമറുടെ പിൻഗാമിയായി ലേബർ നേതൃപദവിയിലേക്ക് കടന്നുകയറാനാണെന്ന് ബേൺഹാം സമ്മതിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പരമോന്നത പദവി ലക്ഷ്യമാക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ മുൻപ് തയ്യാറായില്ല. ജൂൺ 18 ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയിച്ചാൽ സ്റ്റാർമറെ വെല്ലുവിളിക്കാൻ തന്നെയാണ് ഉദ്ദേശമെന്ന് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു.
ലേബർ നേതൃപദവിയിലേക്ക് പോരാടുമെന്ന വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ട് മേക്കർഫീൽഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നത് കീർ സ്റ്റാർമറുടെ പിൻഗാമിയായി ലേബർ നേതൃപദവിയിലേക്ക് കടന്നുകയറാനാണെന്ന് ബേൺഹാം സമ്മതിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പരമോന്നത പദവി ലക്ഷ്യമാക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറാകാതിരുന്ന ബേൺഹാം ജൂൺ 18 ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയിച്ചാൽ സ്റ്റാർമറെ വെല്ലുവിളിക്കാൻ തന്നെയാണ് ഉദ്ദേശമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് 100% ശ്രദ്ധയെന്ന് ബേൺഹാം ഗാർഡിയനോട് പറഞ്ഞു. റിഫോമിലെ റോബർട്ട് കെനിയോണുമായാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പോരാട്ടം. ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്തുണ ലഭിച്ചാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കും. ഈ മണ്ഡലത്തിന് പരമാവധി ശക്തിയും സ്വാധീനവും നൽകുമെന്ന് ബേൺഹാം BBC ക്വസ്റ്റ്യൻ ടൈമിൽ പറഞ്ഞു. എന്നാൽ ആര് മത്സരിച്ചാലും കീർ സ്റ്റാർമർ വെറുതെ സ്ഥാനമൊഴിഞ്ഞ് നൽകില്ല എന്നും ഒരു പോരാട്ടത്തിന് ഇനിയും ആയുസ് ബാക്കിയുണ്ട് എന്നുമാണ് നമ്പർ 10 തിരിച്ചടിച്ചത്. അതേസമയം റിഫോം പാർട്ടി ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിച്ച് മുന്നേറിയെങ്കിൽ മാത്രമാണ് ബേൺഹാമിന് വഴി തുറക്കുക. സിഖ് യുവാവിന്റെ കൃപാണിനിരയായി മരണപ്പെട്ട ഹെൻറി നോവാക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രൂക്ഷമാകുന്നു. പ്രതിഷേധത്തിനിടെ പോലീസിന് നേർക്ക് ട്രാഫിക് കോൺ എറിഞ്ഞയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഏറെ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. പോലീസിന് നേരെ ട്രാഫിക് കോൺ വലിച്ചെറിയുന്നത് വീഡിയോയിൽ പതിഞ്ഞതിനെ തുടർന്നായിരുന്നു കോണർ ബിഷപ്പ് എന്ന 24-കാരനെ പിടിച്ച് സൗത്താംപ്ടൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. സിഖ് യുവാവിന്റെ കൃപാണിനിരയായി മരണപ്പെട്ട ഹെൻറി നോവാക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെ പോലീസിന് നേർക്ക് ട്രാഫിക് കോൺ എറിഞ്ഞയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഏറെ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. എന്നാൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന ഇയാൾ ആദ്യം കോടതിക്കകത്തേക്ക് പ്രവേശിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. മറ്റു രണ്ടുപേരെ പോർട്സ്മത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അതിൽ നോവ എതറിൻഡൺ എന്ന 18-കാരനെ പോലീസിന് നേർക്ക് ഇഷ്ടിക എറിഞ്ഞ കുറ്റത്തിനായിരുന്നു പിടികൂടിയത്. സമാനമായ കുറ്റത്തിന് റീസ് റോബിൻസൺ എന്ന 21-കാരനെയും പോലീസ് പിടികൂടി അതേ കോടതിയിൽ ഹാജരാക്കി. കൊലപാതകിയായ വിക്രം ദിഗ്വ എന്ന 23-കാരനെ കഴിഞ്ഞ തിങ്കളാഴ്ച കോടതി 21 വർഷത്തെ തടവിന് ശിക്ഷിച്ചിട്ടും സൗത്താംപ്ടണിൽ പ്രതിഷേധം തുടരുകയാണ്. പോലീസിന് നേരെ ആക്രമണം നടത്തിയ മറ്റു രണ്ടുപേരെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്ത് സൗത്താംപ്ടൺ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനിടെ കുത്തേറ്റ നോവാക്കിനെ വിലങ്ങണിയിച്ച സംഭവത്തിൽ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസ് കണ്ടക്ടിന്റെ അന്വേഷണം തുടങ്ങി. ഇറാൻ യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ UK-യിലെ ഭവനവില തുടരെ 3-ാം മാസവും വീണു. യുദ്ധം മൂലം മോർട്ടഗേജ് നിരക്കുകൾ ഉയരുന്നതാണ് പ്രധാന കാരണം. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഡിമാൻഡിനെ ബാധിക്കുകയുമാണ്. ഇറാൻ യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ യുദ്ധം മൂലം മോർട്ടഗേജ് നിരക്കുകൾ ഉയർന്നതോടെ UK-ലെ ഭവനവില തുടരെ 3-ാം മാസവും വീണു. രാജ്യത്തെ ശരാശരി ഭവനവില മേയിൽ 0.1% താഴ്ന്ന് 2,98,806 പൗണ്ടിലേക്ക് എത്തി. തുടർച്ചയായ 3-ാം മാസമാണ് ഭവനവില ഇടിയുന്നതെന്ന് ഹാലിഫാക്സ് വ്യക്തമാക്കി. മേയിൽ നിരക്ക് വർധനവിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് തിരിച്ചടി. ഏപ്രിൽ മാസത്തിൽ 0.1%, മാർച്ചിൽ 0.5% നിരക്ക് താഴ്ന്നിരുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളുടെ അനിശ്ചിതാവസ്ഥ പ്രോപ്പർട്ടി വിലയെ ബാധിക്കുന്ന ട്രെൻഡ് തുടരുകയാണെന്ന് ഹാലിഫാക്സ് മോർട്ട്ഗേജ് മേധാവി അമാൻ ബ്രൈഡൻ പറഞ്ഞു. അടുത്തിടെ മോർട്ടഗേജ് നിരക്കുകൾ കുറഞ്ഞിരുന്നുവെങ്കിലും ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വീട് വാങ്ങുന്നവർക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഡിമാൻഡ് താഴുകയുമാണ് എന്ന് അവർ വിശദീകരിച്ചു. എന്നിരുന്നാലും വാർഷിക ഭവന വില 0.5% വർദ്ധിച്ചതായി ഹാലിഫാക്സ് പറഞ്ഞു. മോർട്ടഗേജുകളിലെ പലിശ നിരക്കുകൾ കരുത്താർജിച്ച് നിൽക്കുകയാണെങ്കിലും വരും മാസങ്ങളിലും ഭവനവില താരതമ്യേന മെച്ചപ്പെട്ട നിലയിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് സംഘർഷം സമ്മാനിച്ച അനിശ്ചിതാവസ്ഥ വിപണിയുടെ ചലനത്തെ ബാധിച്ചതായി നേഷൻ വൈഡ് ചീഫ് എക്കണോമിസ്റ്റ് റോബർട്ട് ഗാർഡ്നർ പറഞ്ഞു. ഉയരുന്ന എണ്ണവിലയും വിപണിയിലെ പലിശ നിരക്കുകളും വെല്ലുവിളിയാകുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിപണിയിൽ മോർട്ടഗേജ് നിരക്കുകൾ ഉയരുകയാണ്. 2 വർഷത്തെ ഫിക്സഡ് ഡീലുകളുടെ നിരക്ക് മെയ് മാസത്തിൽ 5.68%. 5 വർഷത്തെ നിരക്കുകൾ 5.63%-ലാണെന്നും മണി ഫാക്ട് വ്യക്തമാക്കുന്നു. സാധാരണ ഭവന വിപണി ഉഷാറാവുന്ന ഘട്ടത്തിലാണ് ഈ മെല്ലെപ്പോക്കെന്ന് നേഷൻ വൈഡ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഉയരുന്ന മോർട്ടഗേജ് നിരക്കുകൾ മൂലം ഭവനവില ഈ വർഷം താഴുമെന്ന് നേരത്തെ സാവിൽസ് പ്രവചിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റ് യുദ്ധം UK പ്രോപ്പർട്ടി മാർക്കറ്റിന്റെ മനോഭാവം മാറ്റിയെന്നാണ് സാവിൽസ് പറയുന്നത്. UK-യിൽ അടുത്ത വർഷം ആദ്യത്തോടെ 1/3 തൊഴിലുടമകളും തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്ന് പുതിയ പഠന റിപ്പോർട്ടിൽ പറയുന്നു. 1000-ഓളം ബിസിനസ് സ്ഥാപനങ്ങളിൽ കൺസീലിയേഷൻ സേവനദാതാക്കളായ അഗാസ് നടത്തിയ സർവേയിൽ തെളിഞ്ഞത് ചെറിയ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ വലിയ സ്ഥാപനങ്ങളായിരിക്കും ജീവനക്കാരെയും തൊഴിലാളികളെയും പിരിച്ചുവിടുക എന്നാണ്. UK-യിൽ 1000-ഓളം ബിസിനസ് സ്ഥാപനങ്ങളിൽ കൺസീലിയേഷൻ സേവനദാതാക്കളായ അഗാസ് നടത്തിയ സർവേയിൽ അടുത്ത വർഷം ആദ്യത്തോടെ 1/3 തൊഴിലുടമകളും തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്ന് സൂചന. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് മുൻപായി സാധ്യമായ എല്ലാ ബദൽ മാർഗങ്ങളും പരിശോധിക്കണമെന്ന് അഗാസ് ഡയറക്ടർ കെവിൻ റോവൻ ആവശ്യപ്പെട്ടു. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനുള്ള നിയമ നടപടികൾ അതീവ സങ്കീർണമാണ് എന്നാണ് കെവിൻ പറയുന്നത്. ബദൽ മാർഗങ്ങളെല്ലാം ശ്രമിച്ചതിനു ശേഷം വേറെ വഴിയില്ല എന്ന് ഉറപ്പുവന്നാൽ മാത്രമേ തൊഴിലാളികളെ പിരിച്ചുവിടാവൂ എന്നും അദ്ദേഹം പറയുന്നു. അതിനായി നിയമങ്ങൾ കൃത്യമായി പിന്തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
ആവശ്യപ്പെടുന്നുണ്ട്. അതല്ല എങ്കിൽ ഏറെ ചെലവ് വരുന്ന നിയമ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. യുകെയിലെ വൻ കമ്പനികളെല്ലാം ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതായ വാർത്ത പുറത്തുവരുന്നതിനിടെയാണ് ഈ പഠന റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു പലർക്കും തൊഴിൽ നഷ്ടമായേക്കാം എന്ന് BBC അവരുടെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. ചെലവ് 15% ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നും BBC വിശദീകരിച്ചിരുന്നു. ബ്രിട്ടനിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനും ആളുകൾ ജോലിയിലേക്ക് തിരികെ വരാൻ മടിക്കുന്നതിനും പിന്നിൽ രാജ്യത്തെ നിലവിലെ ആനുകൂല്യ വ്യവസ്ഥയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരും. ലേബർ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും തകർന്നെളിഞ്ഞ ക്ഷേമ പദ്ധതികൾ നവീകരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. ബ്രിട്ടനിലെ ലേബർ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും തകർന്നെളിഞ്ഞ ക്ഷേമ പദ്ധതികൾ നവീകരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന വിമർശനം ശക്തമാകുന്നതിനോടൊപ്പം ബ്രിട്ടനിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനും ആളുകൾ ജോലിയിലേക്ക് തിരികെ വരാൻ മടിക്കുന്നതിനും പിന്നിൽ രാജ്യത്തെ നിലവിലെ ആനുകൂല്യ വ്യവസ്ഥയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പോലും പ്രതിവാരം വലിയ തുക ആനുകൂല്യമായി ലഭിക്കുന്നതാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സെൻട്രൽ ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഒരാൾക്ക് പ്രതിവാരം 710 പൗണ്ട് വരെ ലഭിക്കുന്നുണ്ട്. ഇത് ഒരു വർഷം 46,000 പൗണ്ട് ശമ്പളമുള്ള ഒരു ജോലിക്ക് തുല്യമായ തുകയാണ്. സാധാരണക്കാർക്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ ലാഭം വീട്ടിലിരിക്കുന്നതാണെന്ന അവസ്ഥ വന്നതോടെ ആനുകൂല്യങ്ങൾക്കായി രാജ്യം ചെലവിടുന്ന തുക കുത്തനെ ഉയർന്നു. കോവിഡിന് മുൻപുള്ള അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾക്കായി മാത്രം രാജ്യം 56 ബില്യൺ പൗണ്ടിലധികം അധികമായി ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഉയർന്ന നികുതി നിരക്കുകളും കടുത്ത ബിസിനസ് നിയന്ത്രണങ്ങളും കാരണം യുകെയിലെ സ്വകാര്യ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കമ്പനികൾ പിന്നോട്ട് പോയപ്പോൾ പൊതുമേഖലയിലെ തൊഴിലുകൾ മാത്രമാണ് ഇപ്പോൾ വർദ്ധിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ കടബാധ്യതയും നികുതി ഭാരവും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിച്ചു. ഇറ്റലി പോലുള്ള മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ഇരട്ടി തുകയാണ് ബ്രിട്ടൻ നിലവിൽ ഇത്തരം ക്ഷേമ പദ്ധതികൾക്കായി നീക്കിവെക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശവാദം. പിന്നാലെ തിരിച്ചടിയെന്നോണം ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയെന്നും അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. ഇതോടെ ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലായി. ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായ അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശവാദം. പിന്നാലെ തിരിച്ചടിയെന്നോണം ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയെന്നും അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. ഇറാനുമേൽ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് പുതിയ സൈനിക നടപടി. ഹോർമൂസ് മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് US സെൻട്രൽ കമാൻഡ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഭാവിയിലെ ആക്രമണങ്ങളെ ചെറുക്കാനാണ് കടലിടുക്കിലെ ഒരു ദ്വീപ് ഉൾപ്പെടെയുള്ള റഡാർ കേന്ദ്രങ്ങൾ തകർത്തതെന്നും സൈന്യം വ്യക്തമാക്കി. ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനു പിന്നാലെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഈ ആഴ്ച ആദ്യം കുവൈറ്റിലെ പ്രധാന വിമാനത്താവളങ്ങളിലെ പാസഞ്ചർ ടെർമിനലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം വെടിനിർത്തൽ തകരുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇറാനിലെ സാഹചര്യം സുഗമമായാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അമേരിക്ക ഇറാൻ സംഘർഷ സാഹചര്യത്തിലുണ്ടായ അഭ്യൂഹങ്ങൾക്ക് വിരാമം. അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള ഇറാൻ ടീമിന് അമേരിക്ക വിസ അനുവദിച്ചു. ഇറാൻ ഫുട്ബോൾ ടീമിനും മറ്റ് ഒഫീഷ്യൽസിനും അമേരിക്കയിലേക്ക് പ്രവേശിക്കാനും ലോകകപ്പിൽ മത്സരിക്കാനും ആവശ്യമായ വിസകൾ അനുവദിച്ചതായി അമേരിക്ക സ്ഥിരീകരിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷ സാഹചര്യത്തിലുണ്ടായ അഭ്യൂഹങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള ഇറാൻ ടീമിന് അമേരിക്ക വിസ അനുവദിച്ചു. ഇറാൻ ടീമിന് വിസ നൽകുന്നതിൽ അമേരിക്കൻ സർക്കാരിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ബന്ധമുള്ളവരെ സംഘത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നും അറിയിച്ചിരുന്നു. അങ്കാറയിലെ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ ഇറാൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ വിസ നടപടികൾ പൂർത്തിയാക്കിയതായി വ്യക്തമാക്കി. എന്നാൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഇല്ലാതെ ലോകകപ്പിൽ പങ്കെടുക്കാൻ ആവശ്യമായ വിസകൾ നൽകണമെന്ന് ഫിഫ ഉറപ്പാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ടീം അമേരിക്കയിൽ മത്സരങ്ങൾ കളിക്കുമെങ്കിലും അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ താമസിക്കുന്നത് പ്രധാനമായും മെക്സിക്കോയിലായിരിക്കുമെന്നാണ് കരുതുന്നത്. 39 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം നടപ്പാക്കിയ കുടിയേറ്റ നിയന്ത്രണങ്ങൾ ഫെഡറൽ കോടതി റദ്ദാക്കി. അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിലനുമതികൾ, ഗ്രീൻ കാർഡ്, പൗരത്വ അപേക്ഷകൾ എന്നിവയുടെ പരിഗണനയെ ബാധിക്കുന്ന നടപടികളാണ് നിയമവിരുദ്ധമെന്ന് കോടതി കണ്ടെത്തിയത്. ഫെഡറൽ ജില്ലാ ജഡ്ജി ജോൺ മാക്കോണൽ പുറപ്പെടുവിച്ച 135 പേജുള്ള വിധിയിലാണ് ട്രംപ് ഭരണകൂടത്തിന് തിരിച്ചടി ലഭിച്ചത്. അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിലനുമതികൾ, ഗ്രീൻ കാർഡ്, പൗരത്വ അപേക്ഷകൾ എന്നിവരുടെ പരിഗണനയെ ബാധിക്കുന്ന നടപടികളാണ് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയ കോടതി 39 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഏർപ്പാടാക്കിയ കുടിയേറ്റ നിയന്ത്രണങ്ങൾ റദ്ദാക്കി.
ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ 39 രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളെ ഈ നയം അനിശ്ചിതത്വത്തിലാക്കിയതായി കോടതി നിരീക്ഷിച്ചു. 2025 നവംബറിൽ വാഷിംഗ്ടണിൽ ഒരു അഫ്ഗാൻ കുടിയേറ്റക്കാരൻ 2 നാഷണൽ ഗാർഡ് സൈനികർക്കു നേരെ വെടിയുതിർക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. തുടർന്ന് ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടി ചില രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ അപേക്ഷകളുടെ നടപടികൾ കർക്കശമാക്കിയിരുന്നു. എന്നാൽ അപേക്ഷകരുടെ ജന്മദേശം മാത്രമാണ് ഇവരെ നിയന്ത്രണങ്ങൾ ബാധിക്കാൻ കാരണമെന്നും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദേശീയ സുരക്ഷയുടെ പേരിൽ കുടിയേറ്റ വിരുദ്ധ സമീപനമാണ് മറച്ചുവെക്കുന്നതെന്ന വിമർശനവും ജഡ്ജി വിധിയിൽ രേഖപ്പെടുത്തി. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് സൂചന നൽകി. നിയമത്തിന്റെ മറവിൽ നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലാണ് കോടതി വിധിയെന്ന് വകുപ്പ് പ്രതിനിധികൾ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുമെന്നും ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഫെഡറൽ കോടതിയുടെ പുതിയ വിധി അദ്ദേഹത്തിന്റെ കുടിയേറ്റ നയങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ആലഞ്ചേരി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആലഞ്ചേരി അവാർഡ്. യുകെയിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശാരംഗേറുന്നത്. ഗാലപ്പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആലഞ്ചേരി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 യുകെയിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിദ്ധാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.65 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. US ഡോളർ 94.94 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 109.37 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.13 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ സ്ഥാപകൻ അഭിജിത് ദീപ്കെ US-ൽ നിന്ന് തലസ്ഥാനത്തെത്തി. രാവിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയതായി CJP അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധം ഡൽഹിയിൽ ആരംഭിച്ചു. പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് രാവിലെ അനുമതി നൽകിയിരുന്നു. 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രതിഷേധത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം. US-ൽ നിന്ന് ഡൽഹിയിലെത്തിയ CJP സ്ഥാപകൻ അഭിജിത്ത് ജന്തർ മന്ദറിലെത്തി. അംബേദ്കറുടെ ആത്മകഥ കൈയിലേന്തിയാണ് അഭിജിത്ത് സമരസ്ഥലത്തേക്ക് എത്തിയത്. പ്ലക്കാർഡുകളുമായി നിരവധി CJP പ്രവർത്തകരാണ് ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രതിഷേധ സ്ഥലത്ത് വിതരണം ചെയ്ത ലഘുലേഖയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമർപ്പിച്ച പെറ്റീഷനിൽ 8 ലക്ഷത്തിലധികം പേരാണ് ഒപ്പിട്ടതെന്നും ലഘുലേഖയിൽ പറയുന്നു. നിങ്ങളെ എല്ലാവരെയും കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ബുക്കും ദേശീയ പതാകയും കൊണ്ടുവരാൻ മറക്കരുത്. നന്ദിയുടെയും സഹാനുഭൂതിയുടെയും പ്രതീകമായി പോലീസുകാർക്ക് പൂക്കൾ നൽകും. സമാധാനവും സ്നേഹവും കൊണ്ടായിരിക്കണം നമ്മൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് അഭിജിത് ദീപ്കെ X-ൽ കുറിച്ചത്. അഭിജിത് ദീപ്കെ US-ൽ നിന്ന് ഇന്ന് രാവിലെയാണ് ഡൽഹിയിലെത്തിയത്. വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ അഭിജിത് ദീപ്കെ ജന്തർ മന്ദറിലെത്തി. ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം, തുല്യ അവസരം എന്നിവയുടെ പ്രതീകങ്ങളായി ദേശീയ പതാകയും ഒരു പുസ്തകവും കൈവശം വെക്കണമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തുന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ CJPയുടെ പ്രതിഷേധം ഗുരുതര ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന് ആരോപിച്ചുള്ള സേവ് ഇന്ത്യ ഫൗണ്ടേഷന്റെ ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി. ഹർജി അടിയന്തര സ്വഭാവമുള്ളതല്ല എന്ന് ജഡ്ജിമാരായ സൗരവ് ബാനർജി, അമിത് ശർമ്മ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വിശ്വാസത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവെയാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പുടിൻ വാചാലനായത്. സാങ്കേതിക രംഗത്തെ തൊഴിലാളികളുടെ മികവിന് ഇന്ത്യ രാജ്യാന്തര തലത്തിൽ അംഗീകാരം നേടിയെന്നും പുടിൻ വിശദീകരിച്ചു. IT മേഖലയിൽ തൊഴിലാളികളുടെ മികവിന് ഇന്ത്യ രാജ്യാന്തര തലത്തിൽ അംഗീകാരം നേടിയെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വിശ്വാസത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമാണെന്ന് വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ.
കഴിവുള്ളവരും മികച്ച വിദ്യാഭ്യാസം നേടിയവരും കാര്യപ്രാപ്തിയുള്ളവരുമാണ് ഇന്ത്യക്കാരെന്ന് നമുക്കറിയാം. ലോകമെമ്പാടും അവർ പ്രശസ്തരാണ്, പ്രത്യേകിച്ച് കോഡിംഗിന്റെ കാര്യത്തിലെന്ന് പുടിൻ പറഞ്ഞു. രാജ്യാന്തര സോഫ്റ്റ്വെയർ വിപണിയിൽ ഇന്ത്യക്കുള്ള പങ്കിനെ കുറിച്ചും പുടിൻ എടുത്തു പറഞ്ഞു. ഞങ്ങളുടെ മറ്റൊരു പ്രധാന പങ്കാളിയാണ് ഇന്ത്യ. IT വ്യവസായത്തിലെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ് അത് എന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ബ്രിക്സ് കൂട്ടായ്മയുടെ മുന്നേറ്റത്തെക്കുറിച്ചും ഫോറത്തിൽ പുടിൻ പറഞ്ഞു. സാമ്പത്തിക വലിപ്പത്തിന്റെ കാര്യത്തിൽ G7 രാജ്യങ്ങളെ ബ്രിക്സ് കൂട്ടായ്മ മറികടന്നുമെന്നും കൂടുതൽ ശക്തമാകുമെന്നും പുടിൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ ആഗോള ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയ്ക്ക് പകുതി സംഭാവന നൽകിയിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണ്. വെറും 18% മാത്രമാണ് G7 രാജ്യങ്ങളുടെ പങ്കെന്നും പുടിൻ പറഞ്ഞു. G7 2020 തന്നെ ബ്രിക്സ് മറികടന്നെന്നും പുടിൻ വിശദീകരിച്ചു. തമിഴ്നാട് BJP-യിൽ വീണ്ടും രാജിപ്രവാഹം. മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയ്ക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരു നാഗരാജനും പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമതൊരു പ്രമുഖ BJP നേതാവ് കൂടി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. തമിഴ്നാട് BJP സംസ്ഥാന സെക്രട്ടറി സുമതി വെങ്കടേഷ് ആണ് രാജിവെച്ചത്. BJP വിട്ട വിവരം സാമൂഹ്യ മാധ്യമമായ X-ൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അവർ പുറത്തുവിട്ടത്. ഏറെ ആലോചനകൾക്ക് ശേഷമാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും വിഷമത്തോടെയാണ് തീരുമാനമെടുത്തതെന്നും അവർ പറഞ്ഞു. തമിഴ്നാട് BJP-യിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയ്ക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരു നാഗരാജനും പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമതൊരു പ്രമുഖ BJP നേതാവ് കൂടി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. തമിഴ്നാട് BJP സംസ്ഥാന സെക്രട്ടറി സുമതി വെങ്കടേഷ് ആണ് രാജിവെച്ചത്. ഭാരതീയ ജനതാ പാർട്ടി തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാനും പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. BJP-യെ സേവിക്കാൻ കഴിഞ്ഞത് അഭിമാനമായി കരുതുന്നുവെന്നും അവർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും BJP ഉയർത്തിപ്പിടിക്കുന്ന ദേശീയത, ദേശസ്നേഹം, സേവനം എന്നീ ആദർശങ്ങളിലും ഞാൻ ഇപ്പോഴും ആഴത്തിൽ പ്രചോദിതയാണ്. ഈ മൂല്യങ്ങളാണ് എന്റെ യാത്രയിലുടനീളം എന്നെ നയിച്ചത്. അത് തുടർന്നും ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വളരെയധികം ചിന്തിച്ച ശേഷമാണ് പ്രയാസകരമായ ഈ തീരുമാനമെടുത്തത്. അതിൽ സങ്കടമുണ്ട്. എന്റെ സേവനകാലത്ത് എനിക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും പ്രോത്സാഹനവും നൽകി ദേശീയ സംസ്ഥാന തലങ്ങളിലെ എല്ലാ പാർട്ടി നേതാക്കളോടും ഭാരവാഹികളോടും കാര്യകർത്താക്കളോടും നന്ദി പറയുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ അയച്ച പോസ്റ്റിൽ സുമതി വെങ്കടേഷ് വ്യക്തമാക്കി. കിഫ്ബി കഴിഞ്ഞ 9 വർഷം നടത്തിയ സകല ഇടപാടുകളും ഇഴകീറി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം. കെടുകാര്യസ്ഥത മാത്രമല്ല, പല ഇടപാടുകളിലും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ധവളപത്രത്തിൽ സൂചിപ്പിക്കുന്നത് കണക്കിലെടുത്താണ് നടപടി. ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ പഠനത്തിൽ കിഫ്ബി ഇടപാടുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ധവളപത്ര സമിതിക്ക് ലഭിച്ചിരുന്നില്ല. ചില രേഖകൾ കണ്ടെത്താനുമായിട്ടില്ല. ആവശ്യപ്പെട്ട പല രേഖകളും ലഭിച്ചില്ല എന്ന് നേരത്തെ കിഫ്ബിയിൽ ഓഡിറ്റ് നടത്തിയ സംഘം ഫയലിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 9 വർഷം കിഫ്ബിയിൽ കെടുകാര്യസ്ഥത മാത്രമല്ല, പല ഇടപാടുകളിലും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ധവളപത്രത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ 9 വർഷം നടത്തിയ സകല ഇടപാടുകളും ഇഴകീറി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം. ഇമെയിലുകൾ, ഡിജിറ്റൽ രേഖകൾ, നശിപ്പിച്ച ഫയലുകൾ എന്നിവ അടക്കം സകല വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്ന ഫോറൻസിക് ഓഡിറ്റിംഗ് ആണ് ധവളപത്ര സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രമക്കേട്, ഫണ്ട് വകമാറ്റൽ, ബന്ധുനിയമനം, ധൂർത്ത് തുടങ്ങിയവ കണ്ടെത്താൻ ഇത് സഹായകരമാകും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കിഫ്ബിയുടെ പല തീരുമാനങ്ങളിലും മന്ത്രിമാർക്ക് വരെ കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടായിരുന്നു നിയന്ത്രണം. ഇതിൽ എതിർപ്പുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥരെ അടക്കം ധവളപത്ര സമിതിക്ക് വിവരങ്ങൾ കൈമാറി എന്നാണ് സൂചന. IT പാർക്ക് പോലെ വരുമാനമുണ്ടാക്കാവുന്ന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ബജറ്റിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് പണം ചെലവിട്ടതാണ് കിഫ്ബിയെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചതെന്നാണ് വിലയിരുത്തൽ. കുട്ടികളില്ലാത്ത സ്കൂളുകൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു. ഫണ്ട് സമാഹരിക്കാൻ കഴിയുന്നു എന്നതായിരുന്നു കിഫ്ബിയുടെ മികവ്. ഇത്തരം വായ്പകൾ സർക്കാരിന്റേതായി കേന്ദ്രം കണക്കാക്കി തുടങ്ങിയതോടെ ആ പ്രസക്തിയും കിഫ്ബിക്ക് നഷ്ടപ്പെട്ടു. വൻതുക ചെലവിട്ട് കിഫ്ബിക്ക് ഭൂമിയും കെട്ടിടവും വാങ്ങാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന മാർച്ച് 15-നാണ് തിടുക്കപ്പെട്ട് ഈ ഉത്തരവിറക്കിയത്. സെക്രട്ടേറിയറ്റിന് എതിർവശത്ത് കിഫ്ബി ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ടെൻഡർ ഒഴിവാക്കി വാങ്ങാൻ തീരുമാനിച്ചത്. കിഫ്ബിയിൽ ശമ്പളം തീരുമാനിച്ച ഫയലുകളിലും അന്വേഷണം വരും. 1.5 ലക്ഷം രൂപയിലേറെ ശമ്പളം വാങ്ങുന്ന 45 പേരുടെ പട്ടിക ശേഖരിച്ചിട്ടുണ്ട്. ചീഫ് പ്രോജക്ട് എക്സാമിനർക്ക് ചീഫ് സെക്രട്ടറിയുടെ ഇരട്ടിയാണ് ശമ്പളം, 5 ലക്ഷം രൂപ. 3 പേർക്ക് ശമ്പളം 3.8 ലക്ഷം രൂപ വീതമാണ്. വിരമിച്ചവർക്ക് പെൻഷന് പുറമെ വാരിക്കോരി ശമ്പളവും നൽകുന്നുണ്ട്. CMRL എക്സാലോജി കേസിൽ കൂടുതൽ നടപടികളിലേക്ക് ED. അടുത്തിടെ നടത്തിയ റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ കണ്ടുകെട്ടാനാണ് ED നിലവിൽ നീക്കം നടത്തുന്നത്. മരവിപ്പിച്ച അക്കൗണ്ടുകളിൽ ഒന്ന് വീണ വിജയന്റേതാണ്. HDFC ബാങ്കിലെ ഈ അക്കൗണ്ട് ഉൾപ്പെടെ ED കണ്ടുകെട്ടൽ നടപടികളിലേക്ക് നീങ്ങും. CMRL എക്സാലോജി കേസിൽ അടുത്തിടെ നടത്തിയ റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ കണ്ടുകെട്ടാൻ ഉൾപ്പെടെയുള്ള കൂടുതൽ നടപടികളിലേക്ക് ED. ഇതിനായി വരും ദിവസങ്ങളിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED ഔദ്യോഗിക റിപ്പോർട്ട് നൽകുകയും കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. റെയ്ഡുകളിലൂടെ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാങ്ക് രേഖകളും നിലവിൽ ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയിലാണ്. വരും ദിവസങ്ങളിൽ വീണയ്ക്ക് ബാങ്ക് ലോക്കർ പരിശോധിക്കാനും അവർക്ക് ചോദ്യം ചെയ്യലിനായി സമൻസ് അയക്കാനും ED തീരുമാനിച്ചിട്ടുണ്ട്.
നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ വീണയുടെ ഫോൺ, നിക്ഷേപ രസീതുകൾ, CMRലുമായി ബന്ധപ്പെട്ട മറ്റു രേഖകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ED പിടിച്ചെടുത്തിരുന്നു. ഈ രേഖകൾ തുടർ നടപടികൾക്കായി സ്ഥിരമായി കൈവശം വെക്കുന്നതിന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണ്. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാനാണ് ED ആലോചിക്കുന്നത്. ഇതിനുശേഷം വീണയ്ക്ക് ചോദ്യം ചെയ്യലിനായി ഉടൻ സമൻസ് നൽകും. ED ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CMRL സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ തെളിവുകളോടെ പഴുതടച്ച അന്വേഷണമാണ് ED നടത്തുന്നത്. പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനത്തിനെ ചൊല്ലി മന്ത്രി സണ്ണി ജോസഫിന് വിമർശനം. KPCC യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. നിയമനം കരുതലോടെ വേണമായിരുന്നുവെന്നും വിമർശനത്തിന് ഇടം നൽകരുതായിരുന്നുവെന്നും യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനത്തിലാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെയാണ് നിയമിച്ചത്. പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനത്തെ ചൊല്ലി മന്ത്രി സണ്ണി ജോസഫിനെ KPCC യോഗത്തിൽ വിമർശനം. നിയമനം കരുതലോടെ വേണമായിരുന്നുവെന്നും വിമർശനത്തിന് ഇടം നൽകരുതായിരുന്നുവെന്നും യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതാണ് വിവാദമായത്. നിയമനത്തിൽ നിയമപരമായ തടസ്സമില്ല എന്നും ബെന്നി തോമസ് മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായ നേതാവാണ് ബെന്നി തോമസ്. തന്റെ ചീഫ് ഏജന്റ് ആയിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വേണമെങ്കിൽ ബെന്നി തോമസിനെ മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ ഒരു കാപ്പട്യത്തിന് താൻ തയ്യാറല്ല. വരുന്നവരോട് എല്ലാം തന്റെ ബന്ധുവാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. KPCC പ്രസിഡന്റ് ആയപ്പോൾ സണ്ണി ജോസഫിന്റെ സഹായിയായി കൂടെ പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സുദീപ് ജെയിംസ് ഉൾപ്പെടെ 13 പേരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ച് ഉത്തരവിറങ്ങിയത്. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റിൽ ഇന്ത്യക്കായി യുവ ഓൾറൗണ്ടർ മാനവ് സുധർ അരങ്ങേറ്റ മത്സരം കളിക്കും. 23 വയസ്സുകാരനായ താരം IPL ഗിൽ ക്യാപ്റ്റനായ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൌളിംഗ് ഓൾറൗണ്ടർ ആയിരുന്നു. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റിൽ ഇന്ത്യക്കായി 23 വയസ്സുകാരനായ യുവ ഓൾറൗണ്ടർ മാനവ് സുധർ അരങ്ങേറ്റ മത്സരം കളിക്കും. അഫ്ഗാൻ താരം നാൻഗയാലിയ ഖറോട്ടയ്ക്കും അരങ്ങേറ്റ മത്സരം കളിക്കും. ഹഷ്മത്തുള്ള ഷാഹിദിയാണ് അഫ്ഗാനിസ്ഥാനെ നയിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ലേബർ നേതൃപദവിയിലേക്ക് പോരാടുമെന്ന വാർത്തകൾ സ്ഥിരീകരിച്ച് ആൻഡി ബെർണർ. മേക്കർഫീൽഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കീർ സ്റ്റാർമറുടെ പിൻഗാമിയായി ലേബർ നേതൃപദവിയിലേക്ക് കടന്നുകയറാനെന്ന് തുറന്ന് സമ്മതിച്ച് ബെർണർ. ജൂൺ 18-ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയിച്ചാൽ സ്റ്റാർമറെ വെല്ലുവിളിക്കാൻ തന്നെയാണ് ഉദ്ദേശമെന്ന തുറന്ന പ്രഖ്യാപനം ഉയർത്തി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ. ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് 100% ശ്രദ്ധയെന്ന് ബെൻഹാമിന്റെ വെളിപ്പെടുത്തൽ. ആര് മത്സരിച്ചാലും കീർ സ്റ്റാർമർ വെറുതെ സ്ഥാനമൊഴിഞ്ഞു നൽകില്ല എന്നും ഒരു പോരാട്ടത്തിന് ഇനിയും ആയുസ് ബാക്കിയുണ്ടെന്നും സ്റ്റാർമർ. ബ്രിട്ടനിൽ സിഖ് യുവാവിന്റെ കൃപാനിരയായി മരണപ്പെട്ട ഹെൻറി നോവാക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രൂക്ഷമാകുന്നു. പ്രതിഷേധത്തിനിടെ പോലീസിന് നേർക്ക് ട്രാഫിക് കോൺ എറിഞ്ഞ് പ്രതിഷേധക്കാർ. കോണർ ബിഷപ്പിനെ സൗത്താംപ്ടൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് പോലീസിന് നേരെ ട്രാഫിക് കോൺ വലിച്ചെറിയുന്ന വീഡിയോ ദൃശ്യങ്ങളെ തുടർന്ന്. കൊലപാതകിയായ വിക്രം ദിഗ്വയെ കോടതി ശിക്ഷിച്ചത് 21 വർഷത്തെ തടവിൽ. ശിക്ഷാവിധി വന്നിട്ടും പ്രതിഷേധം തുടർന്ന് സൗത്താംപ്ടണിലെ ജനങ്ങൾ. കുത്തേറ്റ നോവാക്കിനെ വിലങ്ങണിയിച്ച സംഭവത്തിൽ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസ് കണ്ടക്ടിന്റെ അന്വേഷണം തുടങ്ങി. ഇറാൻ യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ UK-യിലെ ഭവനവില താഴ്ന്നു. ഭവനവില വീഴാൻ പ്രധാന കാരണം യുദ്ധം മൂലം മോർട്ടഗേജ് നിരക്കുകൾ ഉയരുന്നത്. രാജ്യത്തെ ശരാശരി ഭവനവില മേയിൽ 0.1% താഴ്ന്ന് 2,98,806 പൗണ്ടിലേക്ക് എത്തി. തുടർച്ചയായ 3-ാം മാസമാണ് ഭവനവില ഇടിയുന്നതെന്ന് ഹാലിഫാക്സ് കണക്കുകൾ. തിരിച്ചടി നേരിട്ടത് മേയിൽ നിരക്ക് വർധനവിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയ്ക്കിടെ. മോർട്ടഗേജ് നിരക്കുകൾ അടുത്തിടെ കുറഞ്ഞിരുന്നുവെങ്കിലും ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വീട് വാങ്ങുന്നവർക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഡിമാൻഡ് താഴുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശവാദം. ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ സൈന്യം. ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലാക്കിയ ആക്രമണങ്ങൾ. പുതിയ സൈനിക നടപടി ഇറാനുമേൽ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ. ഹോർമൂസ് മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ്. അമേരിക്ക ഇറാൻ സംഘർഷ സാഹചര്യത്തിലുണ്ടായ അഭ്യൂഹങ്ങൾക്ക് വിരാമം. അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള ഇറാൻ ടീമിന് വിസ അനുവദിച്ച് അമേരിക്ക. ഇറാൻ ഫുട്ബോൾ ടീമിനും മറ്റ് ഒഫീഷ്യൽസിനും അമേരിക്കയിലേക്ക് പ്രവേശിക്കാനും ലോകകപ്പിൽ മത്സരിക്കാനും അനുവദിച്ചതായി സ്ഥിരീകരിച്ച് അമേരിക്ക. ഇറാൻ ടീമിന് വിസ നൽകുന്നതിൽ അമേരിക്കൻ സർക്കാരിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ വിസ നടപടികൾ പൂർത്തിയാക്കിയതായി വ്യക്തമാക്കി അങ്കാറയിലെ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം ശക്തം. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ US-ൽ നിന്ന് തലസ്ഥാനത്തെത്തി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ.
ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. അഭിജിത്ത് സമരസ്ഥലത്തേക്ക് എത്തിയത് അംബേദ്കറുടെ ആത്മകഥ കയ്യിലേന്തി. പ്ലക്കാർഡുകളുമായി ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയിരിക്കുന്നത് നിരവധി CJP പ്രവർത്തകർ. തമിഴ്നാട് BJPയിൽ വീണ്ടും രാജിപ്രവാഹം. മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയ്ക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരു നാഗരാജനും പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമതൊരു പ്രമുഖ BJP നേതാവ് കൂടി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് തമിഴ്നാട് BJP സംസ്ഥാന സെക്രട്ടറി സുമതി വെങ്കടേഷ്. ഏറെ ആലോചനകൾക്ക് ശേഷമാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും വിഷമത്തോടെയാണ് തീരുമാനമെടുത്തതെന്നും സുമതി വെങ്കടേഷ്. ഭാരതീയ ജനതാ പാർട്ടി തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാനും പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നുവെന്നും BJPയെ സേവിക്കാൻ കഴിഞ്ഞത് അഭിമാനമായി കരുതുന്നുവെന്നും സുമതിയുടെ പ്രസ്താവന. കിഫ്ബി കഴിഞ്ഞ 9 വർഷം നടത്തിയ സകല ഇടപാടുകളും ഇഴകീറി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ. മുൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥത മാത്രമല്ല, പല ഇടപാടുകളിലും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നീക്കം. ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ പഠനത്തിൽ കിഫ്ബി ഇടപാടുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ധവളപത്ര സമിതിക്ക് ലഭിച്ചിരുന്നില്ല എന്ന് സൂചന. ധവളപത്ര സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇമെയിലുകൾ, ഡിജിറ്റൽ രേഖകൾ, നശിപ്പിച്ച ഫയലുകൾ അടക്കം സകല വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്ന ഫോറൻസിക് ഓഡിറ്റിംഗ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കിഫ്ബിയുടെ പല തീരുമാനങ്ങളിലും മന്ത്രിമാർക്ക് വരെ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് സൂചന. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.